ഇന്ന് നന്നുവിൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പോൾ പിറന്നാളായിട്ട് നമ്മൾ അവളെ രാവിലെ എണീച്ചു, നമ്മൾ വീടിൻ്റെ അടുത്തുള്ള 3-4 അമ്പലത്തിലൊക്കെ കൊണ്ട് തൊഴിച്ചു, ചില വഴിപാടുകളൊക്കെ കഴിച്ചു. അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ചെറിയൊരു കുട്ടി വ്ലോഗാട്ടോ ഇത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നന്നു ആൻഡ് മീ. പിന്നെ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് ജൂലൈ 26-നായിരുന്നു. പിന്നെ ബർത്ത്ഡേ ആണെങ്കിലും പിറന്നാളാണെങ്കിലും നമ്മൾ ഇത്തവണ അങ്ങനെ വലിയ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഫാമിലിയിലെ ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇത്തവണ അങ്ങനെ വലിയ സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ബർത്ത്ഡേയുടെ ദിവസം പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൂടെ ചേർന്ന് വീട്ടിൽ തന്നെ നമ്മളൊരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് പിറന്നാൾ ദിവസമായിട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് അമ്പലത്തിലൊക്കെ പോകുന്നു, വഴിപാടൊക്കെ കഴിക്കുന്നു, വീട്ടിലൊരു ചെറിയ കുട്ടി സദ്യയൊക്കെ ഒരുക്കുന്നു, നമ്മൾ കഴിക്കുന്നു. അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തു വെക്കുന്നത് നാളെ നന്നു ആണെങ്കിലും വലുതായി തിരിച്ചറിവൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവളുടെ ആദ്യത്തെ പിറന്നാൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ബർത്ത്ഡേ ദിവസം എങ്ങനെയായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ ഇത്. നമ്മൾ അന്നത്തെ ദിവസം ഒരു 4 അമ്പലത്തിൽ നമ്മൾ പോയായിരുന്നു. ആദ്യം ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി, പിന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി. ഇത് വേറൊരു കൃഷ്ണൻ്റെ അമ്പലമാണ്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭഗവതി ക്ഷേത്രം കൂടെ ഉണ്ട്, അപ്പോൾ അവിടെയും കൂടെ പോകും നമ്മൾ. പിന്നെ നമ്മളൊരു ചരടൊക്കെ പൂജിച്ച് കെട്ടിയായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ നമ്മളെല്ലാ അമ്പലത്തിൽ നിന്നും പാൽപ്പായസവും കടുംപായസവും അങ്ങനെ കുറേ പായസങ്ങളൊക്കെ നമ്മൾ വഴിപാട് കഴിപ്പിച്ചായിരുന്നു. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാൻ നേരത്തെ എണീച്ചുകൊണ്ട് നന്നുവിൻ്റെ ഉറക്കമൊന്നും അങ്ങനെ ശരിയായില്ല. അതുകൊണ്ട് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോഴേ പിന്നെ ഉറങ്ങിയ ആള്. ഇത് ഉച്ചക്കത്തേക്കുള്ള ഒരു കുട്ടി സദ്യ ഒരുക്കുന്ന കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല, വളരെ കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു സദ്യ. ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെ നമ്മൾ അന്ന് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങി. പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറി വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അടുത്ത് വെളിച്ചൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചേച്ചിയുടെ പിള്ളേരൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ഇവർ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവളെ എടുത്തിട്ട് അവിടെ പോയി അവരുടെ കൂടെ കളിക്കുകയാണ് ഇപ്പോൾ സാധാരണ ചെയ്യാറ്. ഇതാട്ടോ ഒരു എമ്മി ചേച്ചിയും ദിലീപേണ്ണും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവരുടെ അടുത്താട്ടോ.
അങ്ങ് ഇല്ലത്ത് വരെ പോയിട്ടുണ്ട്. എവിടെ പോയി? ടാറ്റ പോയോ? ടാറ്റ പോയോ? ഇതാട്ടോ പാറും കുഞ്ഞിനും. ഇതാണ് രമി ചേച്ചിയുടെയും ദിലീപേണ്ണന്റെയും മക്കള്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് വലിയ പരിചയക്കുറവൊന്നും ഇല്ലാതെ ഇവരുടെ അടുത്ത് മാത്രം കേട്ടോ നമ്മള് പോവാറ്. അങ്ങനെ അന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോയി. ഇനി ഇതിന്റെ ലാസ്റ്റ് ഞാൻ ബർത്ത്ഡേയുടെ അന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്ത കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തതിന്റെ ഒരു വീഡിയോ കൂടെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.